രണ്ട് വിവാഹങ്ങൾ ഡൈവോഴ്സ് ആയതിനു ശേഷമാണ് ഒരു യുവതി സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെഷന് നമ്മുടെ അടുത്ത് വന്നത്. കൗൺസിലിംഗ് സെഷന് ശേഷം യുവതി പറഞ്ഞത്, ഈ ഒരു സെഷൻ എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ആദ്യ വിവാഹങ്ങളൊന്നും ഒരു ഡൈവോഴ്സിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ്. ഒരു വിവാഹം തീരുമാനിച്ചാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്യാറില്ലേ? നമ്മുടെ വീട് ഒരുക്കും, നമുക്ക് ഏറ്റവും വില കൂടിയ ഡ്രസ്സ് ഒരുക്കും, നമ്മുടെ ഡെക്കറേഷൻസിന്റെ കാര്യത്തിൽ പോലും ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. എന്നാൽ ആ ഒരു വിവാഹ ദിവസത്തിന് മാത്രമാണോ പ്രിപ്പറേഷൻ വേണ്ടത്? തുടർന്നുള്ള ജീവിതത്തിനും വേണ്ടേ? പ്രീമാരിറ്റൽ സൈക്കോളജിക്കൽ സെഷൻസ് വഴി നമുക്ക് നമ്മുടെ പാർട്ട്ണറെ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാം. നമ്മുടെ നീഡ്സ് എന്താണ്, നമ്മുടെ വാണ്ട്സ് എന്താണ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അതിൽ നമ്മുടേത് റിയലിസ്റ്റിക് ആണോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണോ, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ പാർട്ട്ണറിന്റെ പേഴ്സണാലിറ്റി ആയിട്ട് ഒത്തുപോവോ, ഇങ്ങനെ സൈക്കോളജിക്കൽ അനാലിസിസ് വഴി കണ്ടെത്താനും പറ്റും. ഡൈവോഴ്സ് ഒരിക്കലും തെറ്റല്ല, പക്ഷേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ? ഫാമിലിയിലേക്ക് വരുന്ന ഒരു പുതിയ അതിഥിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് മാത്രം സ്പോയിലായി പോയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഫാമിലി ഇൻവോൾവ്മെന്റ് കൊണ്ട് മാത്രം ബ്രേക്ക് ആയി പോയ ഒരുപാട് റിലേഷൻഷിപ്സും ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ വിവാഹം എന്നാൽ രണ്ട് കുടുംബങ്ങളുടെ ചേരൽ കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെഷൻ ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഹാപ്പി ആൻഡ് ബെറ്റർ ലൈഫിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെഷൻ.